വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി UDF നേതൃത്വത്തോടൊപ്പം UDFന്റെ യുവജന സംഘടനകളും വളരെ സജീവമായി വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും ആദരണീയനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പല വിഷയങ്ങളിലും നിലപാട് പറയുന്നുണ്ട്. ആഗോളതാപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആമസോൺ കാടുകളിലെ തീപിടുത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മലപ്പുറത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന CPMന്റെ നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ബൈ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ നിലപാടിനോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് യോജിപ്പുണ്ടോ? മലപ്പുറം ജില്ലയെ മോശമാക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ നൽകിയ അഭിമുഖം തള്ളിപ്പറയാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ? ഈ 3 ചോദ്യവും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയണം എന്ന അഭ്യർത്ഥനയാണ് ആമുഖമായി എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. Subscribe to One India and never miss an update.